പാറവൂർ ടൗൺ ഹാളിൽ നടന്ന ആയുർവേദിയം എക്സ്പോ 2026 പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു നിർവഹിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ആയുർവേദത്തെക്കുറിച്ച് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടമാണ്. ഈ അടുത്തിടെ 2 ദിവസം മുമ്പ് പത്രത്തിൽ വന്നു, ആയുർവേദ മരുന്നുകൾ കഴിച്ച് ആളുകളുടെ പലവിധ അസുഖങ്ങളിലും ആളുകൾ പെടുന്നുള്ളെന്നുള്ള വാർത്ത വന്നിരുന്നു. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. കരൾ, വൃക്ക എന്നിവയ്ക്കൊക്കെ ഭയങ്കര മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തലത്തിലും മാധ്യമങ്ങളിൽ അങ്ങനെ വരുമ്പോൾ ആയുർവേദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വ്യാജന്മാരുടെ വേറൊരു വാർത്തകളുമുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഏകദേശം 3 വർഷത്തോളം ആ പത്രത്തിൽ തന്നെ പറയുകയുണ്ടായി, 3 വർഷത്തോളം 9ഓളം മെഡിക്കൽ കോളേജുകളുടെ പഠനത്തിൽ നിന്നും വ്യക്തമായിട്ട് ആയുർവേദത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്, പങ്ക് വഹിച്ചിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇതിലൂടെ പ്രവർത്തിക്കുന്ന എല്ലാം നല്ല തരം റിസൾട്ടുകളാണെന്നുള്ളത് ആ പത്രം തന്നെ പറയുകയുണ്ടായി. നമുക്കറിയാം, ആയുർവേദമായാലും അലോപ്പതി ആയാലും അശാസ്ത്രീയമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ എന്നും വിജയിക്കുകയില്ലെന്നും ശാസ്ത്രീയമായിട്ടുള്ളൊരു ഇടപെടലിലൂടെ ഏത് പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നും പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു 4 വർഷമായിട്ട് ഈ ഒരു എക്സ്പോ നടക്കുകയാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ ഉത്ബോധനം കൊടുത്തുകൊണ്ട് ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പറവൂർ നഗരത്തിൽ ഇങ്ങനെ ഒരു സീസൺ 4 ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലാതല സംഘടനകൾ മുന്നോട്ട് വന്നതിൽ അവരെ ഈ അവസരം അഭിനന്ദിക്കാനായിട്ട് ഡോക്ടർ ലീനയടക്കം, എനിക്ക് പേര് വ്യക്തമായിട്ട് അറിയുന്നത് ഡോക്ടർ ലീനയാണ്. ഡോക്ടർ ലീനയടക്കമുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും സംഘടനയും അഭിനന്ദിച്ചുകൊണ്ട് ഈ എക്സ്പോ ആയുർവേദത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തണം, ഇനിയുമുള്ള ഇതിലും എത്തണം, ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഈ എക്സ്പോ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി.